ഹലോ, അപ്പോൾ എല്ലാവരും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നതാണ് ചാപ്റ്റർ ക്ലാസ് 8 ബയോളജി ട്രീസ് ഓഫ് ലൈഫ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള ചാപ്റ്ററാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ 4 ട്രീസ് ഓഫ് ലൈഫ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ തന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പരീക്ഷയിൽ പഠിച്ചുകൊണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ സയൻറ്റിഫിക് ഹൂ മെയ്ഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ക്ലാസിഫൈ ലിവിങ് ഓർഗാനിസംസ്. അതെന്താണ്? ആരാണ്? അരിസ്റ്റോട്ടൽ. ക്ലാസിഫൈഡ് ലിവിങ് ബീയിങ്സ് തോസ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് തോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ്. അടുത്താരാണ്? തിയോഫ്രാറ്റസ്. അപ്പം തിയോഫ്രാറ്റസ് ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻ ടു ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. അടുത്തെന്താണ്? ജോൺ റേ. സിഗ്നിഫിക്കൻറ്റ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ സ്പീഷീസ്. സ്പീഷീസ് എന്ന് പറയുന്ന ആരാണ്? ജോൺ റേ. സ്പീഷീസ് എന്ന് കേട്ട അപ്പം ജോൺ റേ മനസ്സിൽ വന്നാണ്. ആൻഡ് വാസ് ദ ഫസ്റ്റ് ടു ടേം യൂസ് സ്പീഷീസ്. അടുത്തതാണ് എർണസ്റ്റ് ഹസ്കെൽ. ക്ലാസിഫൈ ലിവിങ് ഓർഗാനിസംസ് ഇൻ ടു 3 കിങ്ഡംസ്, ആനിമേലിയ, പ്ലാന്റ് ആൻഡ് പ്രോട്ടിസ്റ്റ. അടുത്താണ് കരൽ ലിനേയസ്. ആരാണ്? കരൽ ലിനേയസ്. ഇൻട്രൊഡ്യൂസ് സയൻറ്റിഫിക് ഫൗണ്ടേഷൻ ഫോർ ക്ലാസിഫിക്കേഷൻ. ഹി കൺസിഡർഡ് ദ ഫാദർ ഓഫ് ടാക്സോണമി. ഫാദർ ഓഫ് ടാക്സോണമി എന്ന് കൺസിഡർ ചെയ്യുന്ന കരൽ ലിനേയസിനെയാണ്. അടുത്തെന്താണ് ടാക്സോണമി എന്നതാണ്. എന്താണ് ടാക്സോണമി? Taxonomy? It is a branch of science that deals with classifying organisms by comparing their similarities and differences. By comparing their similarities. By comparing their similarities. By comparing their similarities. ഞാൻ ഇപ്പോൾ പറഞ്ഞ എൻ്റെ കൂടെ തന്നെ പഠിച്ചു വെക്കോ. By comparing their similarities. By comparing their similarities and differences. Differences, identifying their characteristics and giving them scientific names. And then the basic level of classification is species. A dash question ആണ്. ഓക്കെ, അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്ര നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ഇത്രയും ഈ 3 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തത് എന്താണ്? സ്പീഷീസ്. എന്താണ് സ്പീഷീസ് എന്നാണ്? എ സ്പീഷീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ നാച്ചുറലി റീപ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിംഗ്. എക്സാമ്പിൾ ആയിരിക്കും പറയാം. ഹ്യൂമൻ ബീയിങ്സ്, ക്യാറ്റ്, ഡോഗ്സ്, കാഷ്യൂ ട്രീ എക്സെട്ര. അടുത്തെന്താണ്? ക്ലാസിഫിക്കേഷൻ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. സ്പീഷീസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഞാനിപ്പോൾ പറഞ്ഞ കൂടെ തന്നെ എൻ്റെ കൂടെ പഠിച്ചു പൊക്കോ. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം. ആദ്യം സ്പീഷീസ് എന്ന് അവർ തന്നിട്ട് ഡാഷ് ഇടും, എന്നിട്ട് ഫാമിലി തന്നിട്ട് ഡാഷ് ഇടും. അപ്പോൾ ഇത് നമ്മൾ പറയണം കേട്ടോ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ലെവൽസ് ഓഫ് ടൈഗർ. കിങ്ഡം, ആനിമേലിയ, ഫൈലം, കോഡേറ്റ, ക്ലാസ്, മാമിലിയ, ഓർഡർ, കാർണിവോറ, ഫാമിലി, ഫെലിഡേ, ജീനസ്, പാന്തീറ, സ്പീഷീസ്, ടൈഗ്രസ്. ഈ 6ഉം 5ഉം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പേജിൽ 6ഉം 5ഉം ഇമ്പോർട്ടൻ്റ് ആണ്. 6ഉം 5ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്? The classification levels such as kingdom, phylum, class, etc. are known as. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കിങ്ഡത്തിൻ്റെ ഫൈലവും ക്ലാസ്സിനെയൊക്കെ എന്താണ് അറിയപ്പെടുന്നത്? ടാക്സ. എന്താണ്? നോൺ as ടാക്സ. അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് കോക്കനട്ട്. കിങ്ഡം, പ്ലാന്റ്, ഡിവിഷൻ, മാഗ്നോലിയോഫൈറ്റ, ക്ലാസ്, ലിയോപ്സിഡ, ഓർഡർ, അരക്കേൽസ്, ഫാമിലി, അരക്കേസിയ, ജീനസ്, കൊക്കോസ്. സ്പീഷീസ് നെയിം എന്താണ്? കൊക്കോസ് ന്യൂസിഫെറ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് ടൈഗറും ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് കോക്കനട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതാണ് 9ാമത്തതാണ്. ഓക്കെ, 8ാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത 9ാമത്തെയാണ് സയൻറ്റിസ്റ്റ് ഹൂ ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻ ടു 5 കിങ്ഡംസ്. എന്താണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ. 8ഉം 9ഉം ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡ് ഞാൻ തരുന്ന പല 1 വേർഡും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിലത്തെ ഈ 1 വേർഡെല്ലാം ഞാൻ തരുന്ന 1 വേർഡെല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചോ കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. പരീക്ഷയ്ക്ക് പോയാൽ മാത്രം മതി. നിങ്ങൾ ഫുൾ മാർക്ക് ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് എന്താണ്? 10ാമത്തെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയായിട്ട് പറയാം? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംജൈ, പ്ലാന്റ്, ആനിമേലിയ ആർ ദ 5 കിങ്ഡംസ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്? കിങ്ഡം, മൊണീറ. നമ്മൾ ഓരോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ കിങ്ഡവും കൂടെ ചേർത്ത് പറയും കേട്ടോ. അപ്പോൾ ഇതിന് ഓരോ പോയിൻ്റാണ്. ഈ പോയിൻ്റ് ഇടാൻ മറന്നുപോയി. അപ്പം നമ്മൾ ഓരോ കിങ്ഡം, പ്രോട്ടിസ്റ്റ, കിങ്ഡം, ഫംജൈ, കിങ്ഡം, പ്ലാന്റൈ, ഇങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ കിങ്ഡം ചേർത്ത് നമ്മൾ പറയാറുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയോ. കിങ്ഡം മൊണീറ ആദ്യമാണ്. Prokaryotes do not have a distinct nucleus. They include some of the most ancient living organisms. Example, bacteria. At the kingdom Protista, most of them are
unicellular eukaryotes. They can be autotrophs and heterotrophs. Fungi, cilia and are their locomotory structures. അടുത്ത എക്സാമ്പിൾ ഏതൊക്കെയായിട്ട് പറയാം? അമീബ, പാരമീസിയം ആൻഡ് യുഗ്ലീന. അടുത്ത കിങ്ഡം ഫഞ്ചൈ, യൂക്കാരിയോട്സ് ദാറ്റ് ആർ സാപ്രോഫൈറ്റ്, ദേ ഡു നോട്ട് ഹാവ് ക്ലോറോഫിൽ. എക്സാമ്പിൾ എന്താണ്? മൗൾഡ് ആൻഡ് ഈസ്റ്റ്. ഇതിലുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണേ വന്നിട്ടുള്ളൂ, ഇനി ബാക്കിയുണ്ട് കേട്ടോ അതിൻ്റെ. അടുത്ത അനിമേലിയ, കിങ്ഡം പ്ലാന്റിങ്, കിങ്ഡം അനിമേലിയും കൂടെ തരാറുണ്ട്. ഓക്കെ അപ്പോൾ അടുത്തെന്താണ്? കിങ്ഡം പ്ലാന്റ് നോക്കാം. കിങ്ഡം പ്ലാന്റ് നോക്കാം. കിങ്ഡം പ്ലാന്റ് multicellular eukaryotes that produce their own food through photosynthesis. They are primary producers. They do not root stems and leaves. They grow in soil or water. അത് സോയിലോ വാട്ടറിലോ ആയിരിക്കും കിങ്ഡം പ്ലാന്റ് വളരുന്നത്. അടുത്ത ഇവിടെ രണ്ടെന്നുള്ളതില്ല. അടുത്ത കിങ്ഡം ആനിമേലിയ. മൾട്ടിസെല്ലുലാർ യൂക്കാരിയോട്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. They have locomotory organs and definition repress. They range from simple organisms like sponge to complex organisms like humans. അടുത്തെന്താണ്? ഹ്യൂമൻ മൈക്രോബി പ്രോജക്റ്റ്. അതിൻ്റെ ഷോർട്ട് ഫോമിൽ പറയുന്നതാണ് HMP. നോക്കാം. The Human Microbiome Project is a research initiative to study microbial communities related to human health and diseases. The human microbiome includes microorganisms such as bacteria, virus and fungi which live in and outside the body. They plays a vital role in maintaining health and influence digestion, immunity and even mental well-being. Okay, അപ്പോൾ ദേ ഇൻഫ്ലുവൻസ്, അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ, ഡൈജഷൻ അതൊക്കെ. ഓക്കെ, അടുത്തെന്താണ്? നെയ്മിങ് ഓർഗാനിസംസ് അല്ല ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് എന്താണ്? അവിടെ നെയ്മിങ് ഓർഗാനിസംസ് അല്ല വരുന്നത്, ബൈനോമിയൽ നോമൻ ക്ലേച്ചർ ആണ്. ഞാൻ താഴെ ഈസ് കോൾഡ് ബൈനോമിയൽ നോമൻ ക്ലേച്ചർ എന്ന് കിടക്കുന്നുണ്ടോ താഴെ? ബൈനോമിയൽ നോമൻ ക്ലേച്ചർ എന്ന്, അതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ? ബൈനോമിയൽ നോമൻ ക്ലേച്ചർ, അതാണ് മുകളിൽ വരുന്നത്. അല്ലെങ്കിൽ നെയ്മിങ് ഓർഗാനിസംസ് എന്നല്ലാതെ തെറ്റിപ്പോയതാണ് കേട്ടോ, എന്തോ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പം ബൈനോമിയൽ നോമൻ ക്ലേച്ചർ എന്താണ് നോക്കാം. ദ മെത്തേഡ് ഓഫ് നെയ്മിങ് ഓർഗാനിസംസ് വെർ ദ ജീനസ് നെയിം കംസ് ഫസ്റ്റ്. ഓർഗാനിസംസിനെ നെയിമിങ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിൽ ജീനസ് നെയിം ആദ്യമായിരിക്കും വരുന്നത്. ആൻഡ് ദ സ്പീഷീസ് നെയിം കംസ് സെക്കൻഡ്. സ്പീഷീസ് നെയിം രണ്ടാമതുമായിരിക്കും വരുന്നത്. ഈസ് കോൾഡ് binomial nomenclature. ഓർച്ച് കൂടെ നോക്കിയോ. The method of naming organisms where the genus name comes first and the species name comes second is called binomial nomenclature. അടുത്ത 13ാം ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഹൂ ഡെവലപ്ഡ് ദ മെത്തേഡ് ഓഫ് നെയിമിങ് ഓർഗാനിസം സയൻറ്റിഫിക്കലി. ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഓർഗാനിസംസിനെ സയൻറ്റിഫിക്കലായിട്ട് നെയിമിങ് ചെയ്തത്? ആരാണ്? കെറൽ ലിനായസ്. ആരാണ്? കെറൽ ലിനായസ്. ഡെവലപ്ഡ് ദ സയൻറ്റിഫിക് നെയിമിങ് ഓർഗാനിസംസ് കെറൽ ലിനായസ്. അടുത്ത റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. In the scientific naming system, the names of an organism should have two parts. The first part of the name is the genus name and the second part is the species name. The genus name should begin with the capital letter. The scientific name should be printed in italics. Point ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റും കൂടെ എടുത്ത് വെച്ചിട്ടാണ് പഠിക്കാൻ കേട്ടോ. Printed in Italians. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? റൈറ്റ് ദ സയൻറ്റിഫിക് നെയിംസ് ഓഫ്. ഏതൊക്കെയാണ്? ടൈഗർ, ഡോഗ്, ക്യാറ്റ്, കോക്കനട്ട് ട്രീ, മാംഗോ, മാൻ. ഓക്കെ, അപ്പോൾ നോക്കിയോ, 4, 5, 6 അങ്ങനെയാണേ. ഓക്കെ, നോക്കിയോ. ടൈഗർ, പാന്തീര ടൈഗ്രസ്, ഡോഗ്, കാനിസ് ഫാമിലീസ്, ക്യാറ്റ്, ഫെലിസ് ഡൊമസ്റ്റിക്സ്, കോക്കനട്ട് ട്രീ, കൊക്കോസ് ന്യൂസിഫറ, മാംഗോ, മാഗ്നോ ഇൻഡിക്ക, മാൻ, ഹോമോ സാപ്പിയൻസ്. ഇതും ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല വൃത്തി പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? ദ സയൻറ്റിസ്റ്റ് ഹൂ ഇൻട്രൊഡ്യൂസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആരാണ്? കെറൽ വൂഡ്സ്. അടുത്ത 17ാമത്തെ എന്താണ്? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കിങ്ഡം ആനിമേലിയ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം യൂബാക്ടീരിയ, കിങ്ഡം അരക്കെ ബാക്ടീരിയ. അടുത്ത്, ഡു ഓൾ ഹ്യൂമൻസ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്? Yes, although humans living in different parts of the earth show some difference in their external appearance due to the influence of local geographical and environmental factors, there is no significant genetic or other fundamental difference among them. All humans around the world share a common ancestor. That is why all humans are classified under the same species, sapiens. Okay, അപ്പം ഈ 18ാമത്തതും 17ാമത്തതും പഠിച്ചു വയ്ക്കുക കേട്ടോ. 18ഉം 17ഉം. 18ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 18ാമത്തതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. 18ാമത്തത് കേട്ടോ. ഓക്കെ, 18ാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? യൂസ്ഫുൾ ഫംഗൈ. എന്താണ് യൂസ്ഫുൾ ഫംഗൈ? എഡിബിൾ മഷ്റൂംസ് ഈസ്റ്റ് യൂസ്ഡ് ഇൻ ബേക്കിംഗ്സ് ആൻഡ് പ്രിപ്പറേഷൻസ് ഓഫ് വൈൻ ആൻഡ് ആൽക്കഹോൾ ആർ യൂസ്ഫുൾ ഫംഗൈ.
എക്സാമ്പിളാണ് ഇവിടെ, അത് കുഴപ്പമില്ല, ഹൈഫണായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇതാണ് കെനിഡേസ് ആൻഡ് റിംഗ് ബോം. അടുത്തെന്താണ് വൈ ഫംഗൈ ആർ നോൺ കോൾഡ് സാപ്രോഫൈറ്റ്സ്. ഫംഗൈ ദേ absorb nutrients from dead and decaying matter, so they are called saprophytes. Disease causing protists, Plasmodium and Endamoeba and Histolycia. Kingdom was split into 2 groups, which are they? അരക്കെ ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് വയ്ക്കുക കേട്ടോ. ബാക്കിയും ഇനിയും കുറച്ച് ക്വസ്റ്റ്യാൻസും കൂടെ വരും. അത് 2-3 ദിവസത്തിന് ശേഷം ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും നന്നായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഞാൻ ഇത്രയും തന്ന ക്വസ്റ്റ്യാൻസർ. ഓക്കെ, ബൈ.